Good evening, all of you. നമ്മൾ ഫസ്റ്റ് സെമ്മിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ബ്ലോക്ക് 4 വരുന്ന നെക്സ്റ്റ് യൂണിറ്റ് 4 മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. യൂണിറ്റ് 1 നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 2 മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. നമുക്ക് ആദ്യം എന്താണ് മോട്ടിവേഷൻ എന്ന് നോക്കാം. കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ. മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് മോട്ടിവേഷൻ. നമ്മൾ ഡയറക്റ്റിംഗ് വരെ പറഞ്ഞു. അതായത് പ്ലാനിങ് തൊട്ട് ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന മാനേജ്മെൻറ്റ് പ്രോസസ്സ് വരെ പറഞ്ഞു നിർത്തിയതാണ്. തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്നതിനും നിർദ്ദേശം കൊടുക്കുന്നതിനും ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്ക് തന്നെയാണ് മോട്ടിവേഷൻ. അതായത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. ദ വേർഡ് മോട്ടിവേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അത് എവിടെ നിന്നാണ് വന്നത്, ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചും ആ വേർഡ് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദ വേർഡ് മോട്ടിവേഷൻ ഈസ് derived from the Latin word motive, which means needs, desire. നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, അതിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിരുന്നു മോട്ടിവേഷൻ. മോട്ടീവ് എന്നുള്ള ഒരു വാക്ക്, അതിൽ നിന്നാണ് മോട്ടിവേഷൻ ഉണ്ടായത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ദി പീപ്പിൾ അക്കംപ്ലിഷ് ദർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ആളുകൾക്ക് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. പ്രചോദിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക. അപ്പോൾ നമുക്കിവിടെ മാനേജ്മെൻറ്റിൽ മോട്ടിവേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമായി വരുന്നത് ജോലി ചെയ്യാനാണ്. അപ്പോൾ ചെയ്യേണ്ട ജോലി നല്ല രീതിയിൽ ചെയ്യാൻ ആവശ്യമായ പ്രചോദനം അവർക്ക് കിട്ടണം, ഒരു സ്റ്റിമുലേഷൻ കിട്ടണം. അത് മോട്ടിവേഷൻ പ്രോസസ്സിലൂടെ നടത്തുക. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറയാം. In other words, motivation is the reason for act or behavior of people to accomplish their desire in a particular way. The reason or stimulating factors for motivation may be money, recognition, prestige, position, satisfaction, etc. അപ്പോൾ നമ്മളടുത്ത് വന്ന തൊഴിലാളി, അയാളുടെ മോട്ടിവേഷൻ എന്തായിരിക്കും? അയാൾ ജോലി ചെയ്യുന്നത് എന്തോ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടായിരിക്കും, എന്തോ കിട്ടാൻ വേണ്ടി ആയിരിക്കും. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതെന്തൊക്കെയാവാം? മണി ആവാം. എന്നാൽ എല്ലാവർക്കും മണി തന്നെ, ക്യാഷ് തന്നെ ആയിരിക്കണമെന്നില്ല. ജോലി ചെയ്യാൻ ചിലർക്ക് റെക്കഗ്നീഷൻ വേണ്ടി വരും, പ്രസ്റ്റീജ്, പദവികൾ വേണം, പൊസിഷൻസ്, ചിലർക്ക് സംതൃപ്തി. തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ നമ്മൾ ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയോ ഒരു തൊഴിലാളിക്ക് നമ്മൾ നൽകേണ്ടി വരും. അതിനാണ് നമ്മൾ മോട്ടിവേഷനിലൂടെ പഠിക്കുന്നത്. അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു അക്കംപ്ലിഷ് ദെയർ ഗോൾസ്. ആളുകളെ അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതെങ്ങനെ? ഇറ്റ് ഈസ് ആൻ ഇന്നർ സ്റ്റേറ്റ്, എനർജീസ് ആൻഡ് ഡയറക്റ്റ് വൺ ബിഹേവിയർ ടുവേർഡ്സ് ദ ഗോൾസ്. ആളുകളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്കൊരു ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു പ്രോസസ്. മോട്ടിവേഷൻ മേ ബി കോസ് ടു ആക്ട്, ഫോർ എക്സാമ്പിൾ ടു ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ടു റെഡ്യൂസ് ദ തേഴ്സ്റ്റ്, ടു റീഡ് ബുക്ക്, അക്വയർ നോളേജ്. ഇപ്പോൾ ഒരു ബുക്ക് വായിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക, അപ്പോഴാണ് അയാൾക്കൊരു ബുക്ക് വാങ്ങാനുള്ള മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു ദാഹം തോന്നുക, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള അല്ലെങ്കിൽ വെള്ളം വാങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു. ആ മോട്ടിവേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നതാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. മോട്ടിവേഷൻ കണ്ടെയ്ൻസ് ബയോളജിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഫോഴ്സസ്. പലപ്പോഴും മോട്ടിവേഷൻ അത് നമുക്ക് ജന്മനാ ഉള്ളതായിരിക്കും, ബയോളജിക്കൽ ആവും, ചിലപ്പോൾ ഇമോഷണൽ ആയിരിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ചിന്തകളിൽ നിന്നാവാം മോട്ടിവേഷൻ. സോഷ്യൽ ആവാം,
സമൂഹവുമായി ബന്ധപ്പെട്ടതാവാം. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു മോട്ടിവേഷനിലാണ്. അപ്പോൾ 31 തീയതി നമ്മുടെ സാലറി കിട്ടും എന്നുള്ള രീതിയിൽ അത് നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ സാലറിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ മോട്ടിവേഷൻ എന്ന് സിമ്പിളായി പറഞ്ഞാൽ ഇറ്റ്സ് എ റീസൺ ഫോർ ആക്ടിങ് ബിഹേവിങ് എ പർട്ടിക്കുലർ വേ. അത് ഒരു പർട്ടിക്കുലർ വേയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കാരണമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതിന് നല്ലൊരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ഇപ്പോൾ ഈ മഞ്ഞുള്ള അറ്റ്ലാന്റിക് പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു വാഹനം കാണാം. അതായത് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെയൊക്കെ പിക്ചറിലൊക്കെ ഒരു വാഹനം കണ്ടാൽ മഞ്ഞിൽ കൂടെ ഇങ്ങനെ വലിച്ചിട്ടുന്ന ഒരു വാഹനം. അതിന് വലിക്കുക നായായിരിക്കും. നായ വലിക്കുന്നുണ്ട്, മാൻ വലിക്കുന്നതും ഉണ്ട്. അപ്പോൾ ഈ നായ ഈ വണ്ടി വലിച്ചു കൊണ്ടുപോകുന്നത് ഒരു മോട്ടിവേഷനിലാണ്. അതായത് ആ വണ്ടിയുടെ മേലെ ഒരു കമ്പി കഷ്ണം ഉണ്ടാവും. അതിൻ്റെ മേലെ ഒരു എല്ലിൻ്റെ കഷ്ണം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ചില ചിത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നായ ഈ എല്ലിൻ്റെ കഷ്ണം അതിൻ്റെ മുന്നിലേക്കാണ് തൂക്കിയിടുക. നായൻ്റെ ഫ്രണ്ടിലോട്ടാക്കിയിട്ട് തൂക്കിയിടുക. നായ ഈ എല്ലിൻ്റെ കഷ്ണം നോക്കിയിട്ടാണ് ഓടുക. അത് അതിനൊരു മോട്ടിവേഷനാണ്. അതങ്ങനെ അതിനെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടാവും. അതായത് വൈകുന്നേരം ഈ വണ്ടി വലിച്ച് വൈകുന്നേരം ആ എല്ലിൻ്റെ കഷ്ണം എന്ത് ചെയ്യും, നായക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ നായ വിചാരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഓടിയാൽ എന്ത് കിട്ടും, വൈകുന്നേരം എല്ലിൻ്റെ കഷ്ണം കിട്ടും. ആ ഒരു മോട്ടിവേഷനിലാണ് ആ നായ ആ വണ്ടി കൊണ്ട് ഒരു ദിവസം മുഴുവൻ ഓടുന്നത്. ഇതൊരു മോട്ടിവേഷനാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ വ്യക്തികളും ഇതേപോലെ എന്തോ ഒരു ആവശ്യം അവർക്കുണ്ട്. ആ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ എന്ത് ചെയ്താൽ മതി, ആ ആവശ്യം അവരെ ഓഫർ ചെയ്താൽ മതി. അതിനാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ഇന്നർ സ്റ്റേറ്റ് ഓഫ് എനർജീസ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു എനർജിയാണ്. ആക്ടിവേറ്റ്സ് ഡയറക്ട്സ് ബിഹേവിയർ ടുവാർഡ്സ് ദ ഗോൾസ്, ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രവർത്തനമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വേറൊരാളുടെ ഡെഫിനിഷൻ, സ്റ്റെയിൻലി മാൻസിൻ്റെ ഡെഫിനിഷൻ, എനി ഇമോഷൻ ഓർ ഡിസയർ, ഒരു ഇമോഷൻ ആവാം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ആവാം, വിച്ച് സോ കണ്ടീഷൻസ് വൺസ് വിൽ ദാറ്റ് ഇൻഡിവിജ്വൽസ് ഈസ് ഡ്രിവൺ ഇൻ ടു ആക്ഷൻ. ഒരു ജോലി ചെയ്ത് തീർക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡെഫിനിഷനൊക്കെ നമുക്ക് മോട്ടിവേഷൻ എന്താണ് എന്നതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് മോട്ടിവേഷൻ്റെ പ്രത്യേകത ഇതൊക്കെ ആയിരിക്കും. ഒന്ന്, മോട്ടിവേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഇന്റേണൽ ഫീലിംഗ് ഓഫ് എ പേഴ്സൺ. ഇത് വ്യക്തികളുടെ ഒരു ഇന്റേണൽ ഫീലിംഗ് ആണ്. മോട്ടിവേഷൻ ഈസ് ദി ഇന്റേണൽ ഫീലിംഗ് ഓഫ് എ പേഴ്സൺ. രണ്ടാമത്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് തീരൂല. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് മോട്ടിവേഷനായിട്ട് മാറുന്നത്. ഈ ആഗ്രഹം ഒരിക്കലും തീരൂല. ദെൻ മോട്ടിവേഷൻ ജനറേറ്റ്സ് ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ. നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടായാൽ അത് ഒരു ലക്ഷ്യം ആയിട്ട് പ്രവർത്തിക്കും. ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഐഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്തെങ്കിലും ജോലി ചെയ്ത് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാമെന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ എന്തെങ്കിലും ജോലി അന്വേഷിക്കും, എന്നിട്ട് അത് കണ്ടെത്തും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആ ജോലി ചെയ്യും. ആ ജോലി ചെയ്യാനുള്ള നിങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യമുണ്ട്, അത് ഐഫോൺ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മോട്ടിവേഷൻ ഒരു ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ ആണെന്ന് പറയാം. മോട്ടിവേഷൻ ഈസ് പാർട്ട്ലി ലോജിക്കൽ ആൻഡ് പാർട്ട്ലി ഇമോഷണൽ ആണ്. ഇത് രണ്ട് രീതിയിലും വരും. ഒരു ലോജിക്കലാണ്. ലോജിക്കലി എന്ന് പറഞ്ഞാൽ എന്താ പറയാ,
ഇമോഷണൽ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ്, മറ്റേത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ്, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറ്റേത് ഇമോഷണൽ എന്ന് പറഞ്ഞാലോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്, അതായത് പ്രാക്ടിക്കലുമാണ്, മാനസികമായിട്ടുള്ള കാര്യം കൂടിയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ മോട്ടിവേഷൻ ഈസ് പാർട്ട്ലി ലോജിക്കൽ ആൻഡ് പാർട്ട്ലി ഇമോഷണൽ. ഇറ്റ് ക്യാൻ ബി അതായത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇത് ചിലപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ആവും. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിക്കലാണ് എന്ന് പറഞ്ഞു. അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഫോൺ വാങ്ങലാണ്. അപ്പോൾ ഒരു കമ്പനി ഓഫർ ചെയ്യാണ്, ഇവിടെ ഒരു വർഷം സ്ഥിരമായിട്ട് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാഫിന് ഒരു ഐഫോൺ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഐഫോണിന് ആഗ്രഹിക്കുന്ന സ്റ്റാഫിനെ സംബന്ധിച്ചോളം അതിനേക്കാൾ വലിയ മോട്ടിവേഷൻ വേറില്ല. അപ്പോൾ അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ അതൊരു പോസിറ്റീവ് മോട്ടിവേഷൻ, നെഗറ്റീവ് മോട്ടിവേഷനും ആവാം. അതായത് നന്നായി വർക്ക് ചെയ്യാത്ത ആളെ ഒന്നുകിൽ അയാൾക്ക് ശിക്ഷ തരുന്നോ അല്ലെങ്കിൽ അയാളെ അവിടുന്ന് ഔട്ടാക്കുമെന്നോ പറയാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് വർക്ക് ചെയ്യും. ഇത് നെഗറ്റീവ് മോട്ടിവേഷനാണ്. അപ്പോൾ മോട്ടിവേഷൻ ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതായത് ക്യാഷ് കൊടുത്തിട്ടും പണിയെടുപ്പിക്കാം, ശിക്ഷ കൊടുത്തിട്ടും പണിയെടുപ്പിക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് മോട്ടിവേഷൻ, മോട്ടിവേഷൻ്റെ പ്രാധാന്യം. ഇതൊക്കെ ഞാൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. സിഗ്നിഫിക്കൻസ് ഓഫ് മോട്ടിവേഷൻ, എന്തായാലും നമ്മുടെ കമ്പനിയിൽ മോട്ടിവേഷൻ ഉണ്ട് എങ്കിൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഫോൺ കൊടുക്കലോ മറ്റോ മാത്രമല്ല മോട്ടിവേഷൻ, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ നമ്മളൊരു കമ്പനിയിൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡക്ടിവിറ്റി കൂടും, ഉൽപാദനക്ഷമത കൂടും, ഹൈ എഫിഷ്യൻസി ഉണ്ടാവും, നല്ല രീതിയിൽ തൊഴിലാളികൾ വർക്ക് ചെയ്യും. തൊഴിലാളികൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഉൽപാദനം നടക്കും, കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, ഹൈ എഫിഷ്യൻസി അവിടെ കാണാൻ പറ്റും. പബ്ലിക് ഇമേജ്, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള തൊഴിലാളികളാണ് നമ്മുടെ കമ്പനിയിൽ ഉള്ളത് എങ്കിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. നന്നായി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് കമ്പനിയിൽ കാണാൻ പറ്റും. അത് പബ്ലിക്കിലും നമുക്ക് കാണാം, പൊതുജനങ്ങൾക്ക് ആ കമ്പനിയുടെ വളർച്ച കാണാൻ സാധിക്കും. ബെറ്റർ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ കിട്ടിയ തൊഴിലാളികളെ വളരെ നല്ല രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അവരെ നമ്മൾ കാര്യമായിട്ട് സൂപ്പർവിഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ സ്വയം ജോലി ചെയ്യുക എന്നുള്ള ഒരു ചിന്ത തൊഴിലാളികളുടെ മനസ്സിൽ വന്നാൽ അവർ ഓട്ടോമാറ്റിക്കലി എന്താവും? നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നല്ല സൂപ്പർവിഷൻ അവിടെ ഉണ്ടാവും. കോപ്പറേഷൻ എമംഗ് എംപ്ലോയീസ്, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള തൊഴിലാളികളാണെങ്കിൽ തൊഴിലാളികൾ പരസ്പര സഹകരണത്തോടു കൂടി വർക്ക് ചെയ്യും. ജോലിയിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതായത് ജോലിക്കാർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നമ്മൾ കൊടുത്താൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. തൊഴിലാളികൾ സാറ്റിസ്ഫൈഡ് ആയാൽ അവരുടെ വർക്ക് നന്നാവും. അവരുടെ വർക്ക് നന്നായാൽ നമ്മുടെ പ്രൊഡക്ഷൻ മെച്ചപ്പെടും. പ്രൊഡക്ഷൻ മെച്ചപ്പെട്ടാൽ നമ്മുടെ പ്രോഫിറ്റ് കൂടും. ഇതൊക്കെയാണ് മോട്ടിവേഷൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്. ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ ഉണ്ട്. എന്താണ് ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ? പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദ ഓർഗനൈസേഷൻസ് മോട്ടിവേറ്റ് എംപ്ലോയി ബൈ പ്രൊവൈഡിങ് റിവാർഡ്സ്. എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്താൽ അവരുടെ ബെറ്റർ പെർഫോമൻസിന് കുറച്ചുകൂടെ റിവാർഡ് കൊടുക്കുക, സാലറി കുറച്ച് കൂട്ടി കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിന് ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. The performance helps to achieve the organization goals quickly and their earliest. Once they reach the target, they will get paid, which include a higher salary and allowance. ടാർജറ്റ് ഒക്കെ വെച്ച് കൊടുക്കുക. ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നവർക്ക് സാലറിയിൽ ഒത്തിരി എക്സ്ട്രാ സാലറി അവർക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹൗസ് റെന്റ് അലവൻസും മറ്റൊക്കെ കൊടുക്കുക. ഇൻ കോമ്പിറ്റൻസ് ലേണിംഗ് മോട്ടിവേഷൻ, these are based on the internal rewards like self-improvement and helping others, etc. In this type of motivation, people are motivated by the process, not by the rewards. അവർക്ക് വലിയ കൂലി ഒന്നും കൊടുക്കേണ്ട, എക്സ്ട്രാ പേയ്മെൻറ്റുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുക്കാതെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതായത്
അവരെ സെൽഫ് ഇംപ്രൂവ്മെന്റ് നടത്തുക. ഇപ്പോൾ എല്ലാവർക്കും ക്യാഷ് കിട്ടിയാൽ തന്നെ പണിയെടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയാൽ മാത്രമേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അങ്ങനെ വിചാരിക്കരുത്. ചിലർക്ക് അവരുടെ മാനസികമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാകും. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊടുത്താലും അവർ എന്ത് ചെയ്യും? അവർ വർക്ക് ചെയ്യും. അവരുടെ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട് അവർക്ക് എന്തോ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ambitious by nature and have a desire to follow passion to make achievement in life. ചിലർക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മോട്ടിവേഷൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ സാലറി കിട്ടണമെന്നോ മറ്റൊന്നും അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ബോത്ത് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ. പ്രൊഫഷണലായിട്ടും പേഴ്സണലായിട്ടും ചിലർക്കൊക്കെ ഉണ്ടാവും നേട്ടങ്ങൾ ഇങ്ങനെ കൈവരിക്കുക. അതായത് ഇപ്പൊ ഒരു പൊസിഷനിൽ മറ്റേ പൊസിഷനിലേക്ക് പ്രൊമോഷൻ കിട്ടി പോവാം. വലിയ സാലറി കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ഇങ്ങനെ അവരുടെ പൊസിഷൻസ് മാറി ഡെവലപ്പായി പോയാൽ മാത്രം മതിയാവും. അങ്ങനെയുള്ള മോട്ടിവേഷനാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഫിയർ മോട്ടിവേഷൻ ഉണ്ട്. എന്താണ് ഫിയർ മോട്ടിവേഷൻ? ഇറ്റ്സ് അക്കൗണ്ടബിലിറ്റി വൈൽ സെറ്റിംഗ് അപ്പ് ഓഫ് ഗോൾസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. തൊഴിലാളികൾക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ടാർഗറ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ഗോൾ സെറ്റ് ചെയ്യാം, എന്നിട്ട് അത് ഒരു 6 മാസം കൊണ്ട് ആ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് പറയാം. അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്ന് പറയാം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സാലറി കട്ടാവും എന്ന് ഒരു വ്യവസ്ഥ വെക്കുക. അപ്പോൾ അവർക്ക് എന്തായി? അവരുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചു. അതോടുകൂടി അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ള കാര്യത്തിൽ ഒരു ഫിയറും രൂപപ്പെടും, ഒരു പേടി ഉണ്ടാവും. ഇങ്ങനെയുള്ളതിനെ ഫിയർ മോട്ടിവേഷൻ എന്ന് പറയാം. തൊഴിലാളികളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് നിർത്താം. പവർ മോട്ടിവേഷൻ ഉണ്ട്. പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ചില ആളുകൾക്ക് ഹൈ റെസ്പോൺസിബിലിറ്റിയാണ് കൊടുക്കുക. പവർ കൊടുക്കുക, അധികാരം കൊടുക്കുക. അപ്പോൾ ചില ആളുകൾ നന്നാവും. They inspire their followers to overcome challenges and helps to organize their work and assume it is their responsibility to lead others. ചില ആളുകൾക്കാണ്ട് ഉന്നത പദവി കൊടുത്താൽ പിന്നെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ പറയാൻ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ക്ലാസ്സിലെ ഏറ്റവും വികൃതിയായിട്ടുള്ള കുട്ടിയെ പിടിച്ചിട്ട് നമ്മൾ ആ ക്ലാസ്സിന്റെ ലീഡറാക്കി മാറ്റാം. അതോടുകൂടി അയാൾ നന്നാവും, ഭയങ്കര ഉത്തരവാദിത്തമായി എന്ന് പറഞ്ഞ പോലെ ഒരു കമ്പനിയിലെ ഏതെങ്കിലും ഒരാൾക്ക് വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അയാളെ വലിയ ആളാക്കി നിർത്തിയാൽ അയാൾക്കൊരു പവർ കിട്ടിയ പോലെയാണ്. അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അഫിലിയേഷൻ മോട്ടിവേഷൻ. അഫിലിയേഷൻ എന്നാൽ തന്നെ മറ്റുള്ളവരുടെ കൂടെ സംഘത്തിൽ ചേരുക എന്നുള്ളതാണ് അർത്ഥം. The people are motivated by social factors like belongingness to certain groups and acceptance in the society. ചിലരെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവരായി മാറും. അഫിലിയേഷൻ മോട്ടിവേഷൻ ക്യാൻ ബി ഡ്രൈവിംഗ് ഫോഴ്സ് ടു കണക്ട് അതേഴ്സ് ടു അച്ചീവ് ദർ സോഷ്യൽ ഗോൾസ്. ഒന്നിച്ചു നിന്ന്, അതായത് ചില ഗ്രൂപ്പിലേക്ക് ചില വ്യക്തികളെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അവർ മോട്ടിവേറ്റഡ്, ഓട്ടോമാറ്റിക്കലി അവർ മോട്ടിവേറ്റഡ് ആവും. ഇതൊക്കെ മാനേജ്മെന്റ് ആ വ്യക്തിയുടെ സ്വഭാവമൊക്കെ അനലൈസ് ചെയ്തിട്ട് അതേപോലെ ഒരു ട്രിപ്പിൽ അവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാണ് ചെയ്യുക. അതോടുകൂടി അവർ ആ ഗ്രൂപ്പിന്റെ മെയിൻ ആളാവുകയും ബാക്കിയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. ക്രിയേറ്റീവ് മോട്ടിവേഷൻ. ക്രിയേറ്റീവ് മീൻസ് ക്രിയേറ്റിവിറ്റി ആണ്. ക്രിയേറ്റിവിറ്റി ഈസ് ദി പ്രൊപ്പൻസിറ്റി ടു ഡെവലപ്പ് ഐഡിയാസ്. തൊഴിലാളികൾക്ക് ചിലർക്കൊക്കെ അവരുടെ മനസ്സിൽ തന്നെയുള്ള ആശയങ്ങൾ ഉണ്ടാവും. അത് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം കമ്പനി കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ അവരെന്നെ എന്തായിരിക്കും പുതിയ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരിക. അതൊക്കെ നമ്മൾ കമ്പനിയിൽ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവർ മോട്ടിവേറ്റഡ് ആവും. അവർ നമ്മുടെ കമ്പനിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ആവശ്യം അത് തന്നെയാണ്, അവരെ കൊണ്ട് നമ്മുടെ സ്റ്റാഫിനെയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുക, ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതിന് നമുക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അവർക്ക് ഫ്രീഡം കൊടുത്തുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം. അതായത് അവരുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണം നമ്മുടെ സ്ഥാപനത്തിൽ.
Then attitude motivation ഉണ്ട്. An employee who is willing to lead campaign in office to change employees' expectation regarding proposed change that will affect their roles and job content. ചില ആൾക്കാരൊക്കെ അവരവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവും. അതായത് ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഇടയിൽ തന്നെ ഒരാൾക്ക് സ്റ്റാഫുകളുടെ ഇടയിൽ നിന്ന് ഒരാൾ ക്ലാസ് എടുത്ത് കൊടുക്കുക, എന്തെങ്കിലും ക്യാമ്പയിൻ നടത്തുക, അതിനൊക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുക. അതും നമ്മുടെ കമ്പനിയിലെ മറ്റ് സ്റ്റാഫിനെ എന്താക്കും, മോട്ടിവേറ്റഡ് ആക്കും. അപ്പോൾ ആ രൂപത്തിലുള്ള അവസരങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കുകയും ചെയ്യുക. അതിനെ ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ എന്ന് പറയും. സൈക്കോളജിക്കൽ മോട്ടിവേഷൻ, ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ ആണ്. ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ അത് ശാരീരിക മോട്ടിവേഷൻ ആണ്. ഇൻക്ലൂഡ്സ് ഫുഡ്, വാട്ടർ, എയർ, സ്ലീപ്പ്, വാംത്ത് എക്സെട്ര. അതായത് ഭക്ഷണം നമുക്കൊരു മോട്ടിവേഷനാണ്. ഫുഡ് കിട്ടണം, നല്ല അന്തരീക്ഷം, വർക്ക് ചെയ്യാനുള്ള അന്തരീക്ഷം കിട്ടണം, വെള്ളം കിട്ടണം, എയർ കിട്ടണം, സ്ലീപ്പ് കിട്ടണം. ഇതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. ഇതൊക്കെ നൽകിയാലും എന്താവും, തൊഴിലാളികൾ വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ഇനി മോട്ടിവേഷനിലെ കുറച്ച് തിയറി പഠിക്കുക. തിയറി വളരെ പ്രധാനപ്പെട്ടതാണ്, നന്നായിട്ട് മനസ്സിലാക്കുക. തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് സയൻറ്റിസ്റ്റ് അവരുടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അവർ തിയറി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി. അതായത് മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്. മാസ്ലോന്റെ ഹൈറാർക്കി തിയറി അതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, മനുഷ്യന്മാർക്ക് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കലാണ് മോട്ടിവേഷൻ. ആ ആവശ്യങ്ങളാണ് മോട്ടിവേഷൻ. അത് നിവർത്തി കൊടുത്താൽ അവർ നന്നായിട്ട് ജോലി ചെയ്യും എന്ന് പറയുന്നു. മാസ്ലോ മനുഷ്യന്മാരുടെ ആവശ്യങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്ന, അതായത് ക്രമത്തിൽ വരുന്ന 5 സ്റ്റേജസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മാസ്ലോ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ 5 പടികളായിട്ട് തരംതിരിച്ചത് കൊണ്ടാണ് ഇതിനെ ഹൈറാർക്കി എന്ന് പറയുന്നത്, ഹൈറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്. അതായത് മാസ്ലോ മനുഷ്യന്മാരുടെ ആവശ്യങ്ങളെ 5 ആവശ്യങ്ങളാക്കിയിട്ട് തരംതിരിച്ചു എന്ന് മാത്രമല്ല, ഓരോന്നിനും ഓരോ പടിയായിട്ട് കൊടുക്കുകയും ചെയ്തു. ആദ്യം ഒന്ന്, അത് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെ അങ്ങനെ വരുന്ന രൂപത്തിൽ ക്രമത്തിൽ അതിനെ ക്രമീകരിച്ചു. അപ്പൊ അതിന്റെ ഒരു ചാർട്ടാണ് ഈ കാണുന്നത്. മാസ്ലോ നൽകിയിട്ടുള്ള ഹ്യൂമൻ നീഡ്സ്. ഫസ്റ്റ് ആദ്യം ഒരു മനുഷ്യനുണ്ടാവുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, അതായത് ശാരീരിക ആവശ്യങ്ങൾ. ഏറ്റവും ലാസ്റ്റ് താഴെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാലാണ് ഒരു മനുഷ്യന്റെ അടുത്ത ആവശ്യം വരിക, സേഫ്റ്റി നീഡ്സ്. അത് കഴിഞ്ഞാലാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്നുള്ള നീഡ്സിലേക്ക് ഒരു മനുഷ്യൻ വരിക. അത് കഴിഞ്ഞാൽ എസ്റ്റീം നീഡ്സിലേക്ക് ആ മനുഷ്യനെത്തുന്നു. ഈ ആവശ്യം കൂടെ, എസ്റ്റീം നീഡ് കൂടെ നിവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ആഗ്രഹമുള്ള ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ എക്സാമിന് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചാർട്ട് വരച്ചു വെക്കണം. ഇങ്ങനെ പിരമിഡ് പോലെ വരച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് 5 നീഡാക്കിയിട്ട് മാറ്റാം. എന്നിട്ട് വേണം അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. ഫിസിയോളജിക്കൽ നീഡ്സ് എന്താണ്? ഫിസിക്കൽ ഓർ ഫിസിയോളജിക്കൽ നീഡ്സ്. ഇതിന് ബേസിക് നീഡ്സ് എന്നും പറയാറുണ്ട്. ഏറ്റവും താഴെ വരുന്ന, പിരമിഡിലെ ഏറ്റവും താഴെ വരുന്ന നീഡാണിത് എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ആദ്യം ഒരു മനുഷ്യന് ആവശ്യമുള്ള നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ് ഓർ ഫിസിക്കൽ നീഡ്സ്. അതായത് മനുഷ്യന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കൽ ബിസിനസ്മാൻ്റെ ഉദ്ദേശമാണ്, ലക്ഷ്യമാണ്. ആ ആവശ്യം നിറവേറ്റി കൊടുത്താലാണ് ആൾ നന്നായിട്ട് പണിയെടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവശ്യം നിറവേറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യങ്ങൾ അറിയണം ആദ്യം. അപ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്താണ്? അത് ഭക്ഷണം, വസ്ത്രം, ഷെൽട്ടർ, വാട്ടർ മുതലായവയാണ്.
അപ്പോൾ ഒരു മനുഷ്യനെ നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റാഫ് അയാളുടെ ആവശ്യം എന്താണ്, അയാൾ ഏത് നീഡാണ് അയാൾക്ക് ഇപ്പോൾ വേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഭക്ഷണം കിട്ടാത്ത, ശരിക്ക് ഭക്ഷണം കഴിക്കാത്ത ഒരാളാണ് നമ്മുടെ സ്റ്റാഫ് എങ്കിൽ അയാൾക്ക് ഭക്ഷണമാണ് നമ്മൾ ഓഫർ ചെയ്യേണ്ടത്. അപ്പോൾ അയാൾ നന്നായിട്ട് പണിയെടുക്കും. അല്ലെങ്കിൽ ബേസിക് നീഡായ ക്ലോത്തിങ്, ഷെൽട്ടർ, താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ബേസിക് നീഡ്സ്. അപ്പോൾ ഈ ഒരു നീഡ് പൊതുവെ എല്ലാവരും കവർ ചെയ്തതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഫുഡ് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, ക്ലോത്തിങ് ഉണ്ട്, ഷെൽട്ടർ ഉണ്ട്. അങ്ങനത്തെ ഒരു തൊഴിലാളിക്ക് നമ്മൾ ഇനി അത് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അടുത്ത നീഡ്, ഈ ഒരു നീഡ് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത നീഡിലേക്ക് വരും. അതായത് പണ്ടത്തെ ആൾക്കാർ ഭക്ഷണമൊന്നും കിട്ടാത്ത കാലത്ത് ആളുകൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം കൊടുത്താൽ തന്നെ പണിയെടുക്കായിരുന്നു. ഇപ്പോൾ ഭക്ഷണം കൊടുത്താൽ പണിയെടുക്കുമോ? ഇല്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ നീഡ്, ഒരു സാധാരണ മനുഷ്യന്റെ നീഡ് ഇപ്പോൾ ഇതിൽ നിന്ന് മാറി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്തായിരുന്നു? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് ആണ്. ഒരു മനുഷ്യന് നേരത്തെ പറഞ്ഞ ബേസിക് നീഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അയാൾ അടുത്ത നീഡിലേക്ക് ചാടും. അടുത്ത ആഗ്രഹങ്ങളായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. ഇത് നമ്മുടെ മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ അറ്റമില്ലാത്ത ആഗ്രഹങ്ങളാണ്. ഒന്ന് കിട്ടിയാൽ അടുത്തത്. ഭക്ഷണം, വസ്ത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഗ്രഹം വരും. അത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആണ്. ആഫ്റ്റർ അച്ചീവിംഗ് ഫിസിക്കൽ നീഡ്, every individual is concerned about the security, which includes safe environment. Security needs comprise personal security, financial security and health and well-being. കുറച്ച് ക്യാഷ് ഉണ്ടാവുക, അത് സ്ഥിരമായിട്ട് ക്യാഷ് കിട്ടുക, ഹെൽത്ത് ഉണ്ടാക്കുക, പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ടാവുക, അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളാണ് മനുഷ്യനുണ്ടാവുക. അപ്പോൾ അയാളെ ഈ ഒരു സ്റ്റേജിലുള്ള ആളാണ് നമ്മളടുത്ത് വരുന്നത് എങ്കിൽ അയാൾക്ക് ഭക്ഷണം, വസ്ത്രം അല്ല കൊടുക്കേണ്ടത്, സേഫാണ്. അതായത് കുറച്ചുകൂടി സ്ഥിരമായിട്ടുള്ള ജോലി, അത്യാവശ്യം നല്ല സാലറി, ബാക്കി ഹെൽത്ത് സേഫ്റ്റിക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അയാൾക്ക് റെഡിയാക്കി കൊടുത്താൽ അയാൾ അവിടെ വർക്ക് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ആദ്യത്തെ നീഡ്സ് ഉള്ള ആളാണ് വന്നതെങ്കിലോ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ആദ്യത്തെ കാര്യം കൊടുത്താൽ തന്നെ അയാൾ മോട്ടിവേറ്റഡ് ആവും. രണ്ടാമത്തെ സ്റ്റേജിൽ വന്ന ആള് ഇതിലെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുത്താൽ മാത്രമേ അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ സ്റ്റേജിലെ കാര്യങ്ങൾ നിറവേറ്റിയ ഒരാൾ, നല്ല ജോലിയൊക്കെ കിട്ടി, അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടാക്കി, ഹെൽത്തൊക്കെ ഓക്കെ ആയ ഒരാൾക്ക് സോഷ്യൽ ബിലോങ്ങിങ്നെസ് വരും. അവിടെയാണ് നമ്മൾ സോഷ്യൽ അഫിലിയേഷനൊക്കെ, അതായത് ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുക, സമൂഹത്തിൽ അറിയപ്പെടുക, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. നീഡ്സ്, പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ഇൻറ്ററാക്ഷൻ, കമ്പാനിയൻഷിപ്പ്, ബിലോങ്ങിങ്നെസ്. ഇവിടെയാണ് സ്നേഹവും, സ്നേഹിക്കപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക. ബിക്കോസ് ദേ ആർ സോഷ്യൽ ബീങ്. ലവ് ആൻഡ് അഫെക്ഷൻ ആൻഡ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ മൂന്നാമത്തെ നീഡ് കൂടി ഫിനിഷ് ചെയ്ത ആള്, നേടിയെടുത്ത ആള് നാലാമത്തെ നീഡിലേക്ക് പോകും. അത് എസ്റ്റീം നീഡാണ്. അതായത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇവര്. ദീസ് നീഡ്സ് കണ്ടെയ്ൻ ടു ഫീച്ചേഴ്സ്, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റെസ്പെക്ട്. കുറച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതായത് പലതും നേടാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാറ് വാങ്ങാനൊക്കെയുള്ള ചിന്ത വരുന്നത് എസ്റ്റീം നീഡിലാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഏറ്റവും അവസാനത്തെ നീഡാണ്. അതിന് നമ്മൾ ഫിനാൻഷ്യലി അയാളെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടും കാര്യമില്ല, അയാൾ വലിയൊരാളായി മാറിയിട്ടുണ്ടാവും. അദ്ദേഹം ബേസിക് നീഡ്സും സേഫ്റ്റി നീഡ്സും then എസ്റ്റീം നീഡ്സും എല്ലാം കവർ ചെയ്ത ഒരു വ്യക്തിക്ക് പിന്നീട് അയാൾക്ക് ഏറ്റവും അവസാനമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ആഗ്രഹമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക, അവിടേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടാവും. അതിനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുക. അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. വലിയ സാലറി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അവർക്ക് കുറച്ച് പദവിയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. സാലറി കൊടുത്തിട്ടൊന്നും അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി.
അടുത്തൊരു തിയറി വരുന്നത് അൾട്ടഫേഴ്സിന്റെ ERG തിയറിയാണ്. ERG തിയറി ഇത് അൾട്ടഫർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ERG തിയറി എന്ന് പറയുന്നതിന്റെ ഓരോ അക്ഷരങ്ങളും ഓരോ നീഡിന് റെപ്രസെന്റ് ചെയ്യുന്നു. ERG എന്ന് ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റൻസ് നീഡ്സ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബേസിക് റിക്വയർമെന്റ്സ് ഫോർ ലിവിങ്. ഇത് നേരത്തെ മാസ്ലോ പറഞ്ഞ അതേ തിയറി തന്നെയാണ്, അതിലെ കുറച്ച് പ്രിൻസിപ്പിൾ എടുത്തിട്ട് തിയറിയാണ്. പക്ഷെ അൾട്ടഫേഴ്സിന്റെ ഈ തിയറിയിൽ ഒരിക്കലും പടിപടിയായിട്ടുള്ള ഒരു രീതി അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഇതിൽ പറയുന്നില്ല. കാരണം മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പടിപടിയായിട്ടാണ് എന്നത് പല സയന്റിസ്റ്റുകളും അംഗീകരിക്കുന്നില്ല. ഒന്ന് കഴിഞ്ഞാലേ അടുത്ത നീട് വരുള്ളൂ എന്നൊന്നുമില്ല. പലർക്കും പല രീതിയിലും ആഗ്രഹങ്ങൾ വരാം. അതുകൊണ്ട് ERG തിയറിയിൽ അങ്ങനെ ഒരു പടിപടിയായിട്ടുള്ള ക്രമം ഒന്നും പറയുന്നില്ല. എക്സിസ്റ്റൻസ് നീഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സ് ആണ്. മാസ്ലോന്റെ പറഞ്ഞ ബേസിക് നീഡ്സിൽ വരുന്ന അതേ പ്രിൻസിപ്പിൾ, അതേ കൺസെപ്റ്റ് തന്നെയാണ് എക്സിസ്റ്റൻസ് നീഡ്സിൽ വരുന്നത്. റിലേറ്റഡ്നെസ് നീഡ്സ് ഉണ്ട്. അതായത് മനുഷ്യന്മാർക്ക് മറ്റുള്ളവരുമായി കണക്ട് ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ ഒരാളെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പിടിച്ചിട്ട് ജോലി ചെയ്യിപ്പിച്ചാൽ അദ്ദേഹം നന്നായി ജോലി ചെയ്യുന്നില്ല. ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് ജോലി ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് വ്യക്തികളെ അങ്ങനെ നമ്മൾ ചെയ്താൽ അവർ സാറ്റിസ്ഫൈ ആയിട്ട് ജോലി ചെയ്യുമെന്ന് പറയുന്നു. ഗ്രോത്ത് നീഡ്സ്. ചില ആളുകൾക്ക് വളരണം എന്ന ആഗ്രഹമുണ്ട്. നമ്മൾ എവിടെയാണ് വളരണമെങ്കിൽ നമുക്ക് അതിനൊരു പ്ലാറ്റ്ഫോം വേണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നിട്ടേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. നമുക്കൊരു വലിയ ആളാവണമെങ്കിൽ നമ്മുടെ മുന്നിൽ കുറച്ച് ചെറിയ ആൾക്കാരുണ്ടാവണമല്ലോ. അപ്പോൾ ഒരാൾക്ക് നല്ലൊരു മാനേജർ ആവണമെങ്കിൽ അയാൾക്ക് കുറച്ച് എംപ്ലോയീസ് ഉണ്ടാവണം. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, ഒരു കൂട്ടം എംപ്ലോയീസിനെ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അവർ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് വളരും, നല്ല മാനേജറായിട്ട് മാറും. അങ്ങനെയുള്ള നീഡിനെ ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുന്നു. അതാണ് അൾട്ടഫേഴ്സിന്റെ ERG തിയറി. മറ്റൊരു തിയറി മാഗ്രിഗേഴ്സിന്റെ X തിയറിയും Y തിയറിയാണ്. മാഗ്രിഗേഴ്സ് ആണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും രണ്ട് അറ്റത്ത് വരുന്ന അല്ലെങ്കിൽ രണ്ട് എക്സ്ട്രീമിൽ വരുന്ന കൺസെപ്റ്റുകളാണ്. അതായത് പോസിറ്റീവ് ആസ്പെക്റ്റും നെഗറ്റീവ് ആസ്പെക്ട്സും വരുന്ന. എന്താണെന്ന് വിശദീകരിക്കാം. അതിന്റെ അസംപ്ഷൻ പറയുമ്പോൾ മനസ്സിലാവും. ഇൻട്രിൻസിക്കലി typical employees dislike working and tries to avoid whenever it is possible. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മോട്ടിവേഷൻ ആണ്, ആളുകളെ എങ്ങനെ പ്രചോദിപ്പിക്കാം. അതില് ഇപ്പോൾ ഈ മാഗ്രിഗർ പറയുന്ന എക്സും വൈയും എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ സ്വഭാവം എക്സും വൈയും ആണ് എന്നാണ്. അതായത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസിറ്റീവ് സ്വഭാവം, നെഗറ്റീവ് സ്വഭാവം ഉണ്ട്. വൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസിറ്റീവ് സ്വഭാവം ഉണ്ട് മനുഷ്യന്മാർക്ക്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, പൊതുവെ മനുഷ്യന്മാർ നമ്മൾ ഇൻട്രിൻസിക്കലി ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ എന്താണ്, നമ്മൾ ജോലി ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. ടിപ്പിക്കൽ എംപ്ലോയീസ് ഡിസ്ലൈക്ക് വർക്കിംഗ്. ജോലി നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ജോലി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്തുണ്ടാവണം, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ പണിയെടുക്കില്ല എന്നുള്ള ചിന്ത വേണം. അപ്പോ ഈ X and Y മാഗ്രിഗറുടെ എക്സ് പറയുന്നത് ആളുകൾ ഡിസ്ലൈക്ക് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് അവരോട് പറയേണ്ടി വരും എന്നാണ് ഈ തിയറി പറയുന്നത്. സിൻസ് എംപ്ലോയി ഡു നോട്ട് വാണ്ട് ടു വർക്ക് ഹി മസ്റ്റ് പെർസ്വേഡഡ്. അതായത് ആളുകൾ എന്ത് ചെയ്യണം, അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ചില മാനേജർമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊഴിലാളികൾ ഇങ്ങനെ ചെയ്യ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. Then typically employees value job security more than aspiration, ambition and lack of aspiration or ambition. സ്വയം അവർക്ക് വലിയ അംബിഷൻ ഒന്നും ഇല്ല. പല ആളുകൾക്കും എന്തില്ല, അംബിഷനോ ഈ പറഞ്ഞ പോലെ ഒരു ഐഫോൺ ആണെന്ന ആഗ്രഹമോ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്ത ഒരാളെ നമുക്ക് ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോ അവിടെ നമ്മൾ അയാളെ പേടിപ്പിച്ചിട്ടോ മറ്റോ മോട്ടിവേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള മോട്ടിവേഷൻ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. റെസ്പോൺസിബിലിറ്റി ജനറലി ഡിസ്ലൈക്ക് ആണ് എംപ്ലോയീസ്. ഒരു ഉത്തരവാദിത്തം എടുത്തിട്ടാന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾക്ക് ഇഷ്ടമല്ല. എംപ്ലോയി ആർ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. മാറാൻ ഇഷ്ടമല്ല. മോസ്റ്റ് എംപ്ലോയി റിക്വയർ ഫോർമൽ ഗൈഡൻസ്. എല്ലാവരും ആരോടും
നമ്മളോടൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലേ നമുക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവം മനുഷ്യന്മാർക്കുണ്ട്. ഇതാണ് എക്സ് തിയറി. ഈ എക്സ് തിയറി ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ തൊഴിലാളികൾ എന്ത് ചെയ്യണം? ജോലി എടുക്കാൻ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കണം. ഇനി വൈ തിയറി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. Assumptions of why theory why. Work can be perceived and relaxed normal by employees. They allow them to exercise the physical and mental capacity effectively. അതായത് നേരത്തെ പറഞ്ഞ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല, അപ്പൊ അവരെ നമ്മൾ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മിക്കവാറും ആളുകൾക്ക് നിർബന്ധിക്കൽ ഇഷ്ടമല്ല. ഒരു ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ മടിയാവും. അപ്പോൾ ചില ആളുകൾ എന്താണ്, അവരെന്നെ സ്വയം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്കതൊരു ബർഡനായിട്ട് അല്ലെങ്കിൽ ഒരു വെറുപ്പായിട്ടായിരിക്കും തോന്നുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തൊഴിലാളികളോട് എപ്പോഴും നമ്മൾ ജോലി ചെയ്യ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവിന് പകരം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. ഇതാണ് തിയറി വൈ. അതായത് മനുഷ്യന്മാർ ഇങ്ങനെ രണ്ട് രീതിയിലും ഉണ്ട്. ചിലപ്പോൾ ഒരു മനുഷ്യനിൽ തന്നെ ഈ രണ്ട് സ്വഭാവം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ. If their employees are truly dedicated to achieving the organization objectives, ചില മനുഷ്യന്മാരൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ തന്നെ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും. പിന്നെ അവരെ നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളോട് പോയിട്ട് നന്നായി ചെയ്യട്ടോ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് മാറും. അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. Those who are rewarded and satisfied at work will be loyal. Their employees are committed to business. പലരും ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് അവർ വരുന്നത്. പല എംപ്ലോയീസിനും ആവറേജ് എംപ്ലോയി കേപ്പബിൾ ടു റെക്കഗ്നൈസ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് അഡ്മിറ്റിംഗ് ഇറ്റ്. പലർക്കും സ്വന്തമായി ചിന്തിക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനൊക്കെ അവർക്ക് തന്നെ പറ്റും. നമ്മൾ അവരോട് പറയേണ്ട. ഓർഗനൈസേഷൻ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ബൈ യൂട്ടിലൈസിംഗ് ദി എംപ്ലോയീസ് ക്രിയേറ്റിവിറ്റി. സ്ഥാപനത്തിൽ വരുന്ന പല പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴത്തേക്കാണ് തിയറി ഓഫ് വൈ വരുന്നത്. സ്ഥാപനത്തിൽ പലരും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നവരാണ്. ലീഡർഷിപ്പ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയും ഇനിയുള്ള കാര്യങ്ങളൊക്കെ. ലീഡർഷിപ്പ് എന്താണ്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ലീഡർഷിപ്പ്. തൊഴിലാളികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലീഡർഷിപ്പ് എന്നുള്ളൊരു ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാവുന്നതാണ്. അതിന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കി ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.